പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നുവെന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ആരാധനയെക്കുറിച്ചാണ്. ആരാധന, നമ്മൾ എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കണം, ഇതാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം. സങ്കീർത്തനം 103 1-2 വാക്യം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. സങ്കീർത്തനം 34:1. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തോത്ര കർത്താവേ, പ്രീതിയുള്ള സ്വർഗീയ തന്തേ, അപ്പച്ച, ഒരിക്കലും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ, തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. വാക്യം നിൻ്റേതാണപ്പ, ഞങ്ങൾ ഓരോരുത്തരും നിൻ്റേതാണപ്പ. നീ ഞങ്ങളോട് സംസാരിക്കണമേ. മനുഷ്യ സ്വരമല്ലപ്പ, നിൻ്റെ സ്വരം കേൾപ്പാൻ നീ ഇടയാക്കണമേ. ഞാനോ കുറയണം, നീയോ വളരണപ്പ. യേശുവേ, നിനക്ക് സ്തോത്രം. കൈവിടല്ലപ്പ, ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആരാധനയ്ക്ക് യോഗ്യനായി ഒരുവൻ ഉണ്ടെങ്കിൽ നമ്മുടെ യേശു ക്രിസ്തു മാത്രം. സ്തുതിക്ക് യോഗ്യനായ ഒരുവൻ നമ്മുടെ യേശു ക്രിസ്തു മാത്രം. ആ ദൈവത്തെ നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ ശരീരം, ആത്മ, പ്രാണ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. പഴയ ഉടമ്പടിക്ക കാലത്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത് ലൂസിഫറാണ്. ലൂസിഫറിൻ്റെ ചിറകുകൾ അങ്ങോട്ട് അനക്കാൻ തുടങ്ങുമ്പോഴേ സകലവിധ വാദ്യഘോഷങ്ങളോടും കൂടെയാണ് അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. പ്രിയ മക്കളെ, അങ്ങനെ ആരാധിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഞാനേ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞ ദൈവം അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അനേക വജ്രങ്ങളാലും മുത്തുകളാലും അനേക വിധമായ നിറഞ്ഞിരിക്കുകയാണ്. നിറഞ്ഞ ഡ്രസ്സാണ് അവൻ ധരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഭയങ്കരത്തിൽ ഇങ്ങനെ ലൈറ്റ് പ്രകാശം കൊണ്ട് അവിടെ എല്ലാം അങ്ങ് നിറഞ്ഞു നിൽക്കും. ആ സമയത്ത് അവൻ ഓർക്കുന്നത് അവൻ്റെ പ്രകാശമാണിത് എന്നുള്ള അഹങ്കാരം അവനിൽ വന്ന് അവൻ വിചാരിക്കുകയാണ്. അവൻ വിചാരിച്ചു, ഞാൻ ദൈവത്തെക്കാട്ടിലും മുകളിൽ, ദൈവത്തിന് മുകളിൽ ഞാൻ വീട് വയ്ക്കും. അങ്ങനെയല്ല അവൻ വിചാരിച്ചത്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമായില്ല. അവനെ അടിച്ച് താഴെ വീഴ്ച്ചു. പ്രിയ മക്കളെ, ആരാധിക്കുന്നവർക്ക് എപ്പോഴും സ്വല്പം അഹങ്കാരമുണ്ട്. ദയവിട്ട് ആ അഹങ്കാരം ആരാധിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആ അഹങ്കാരത്തെ വിട്ടുവിടണം. അഹങ്കാരം മനുഷ്യന് നല്ലതല്ല. സ്വല്പമെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അടിച്ച് താഴെ കളയും. ഇന്ന് ദൈവത്തിനെ ആരാധിക്കാൻ നമ്മൾ മനുഷ്യരെ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. മനുഷ്യരാണ് ദൈവത്തെ ഇന്ന് ആരാധിക്കുന്നത്. അവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? എബ്രായർ 9-14 വാക്യം. നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി
എത്രയധികം ശുദ്ധീകരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുമ്പോൾ പ്രിയ മക്കളെ, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം മരിച്ച് മണ്ണ് പാലായി പോയില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് 4 ക്വാളിഫിക്കേഷൻ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ദൈവം സ്വയംഭൂവാണ്. അവൻ ആരുടെയും സൃഷ്ടിയല്ല. അതുപോലെ അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അമേരിക്കയിൽ ഇരിക്കുന്ന വ്യക്തി സൗഖ്യമാകും. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ആസ്ട്രേലിയയിൽ ഇരിക്കുന്ന വ്യക്തി സൗഖ്യമാകും. നമ്മുടെ മധ്യത്തിലുമുണ്ട്, ആസ്ട്രേലിയയിലുമുണ്ട്, അമേരിക്കയിലുമുണ്ട്, ഏതെല്ലാം രാജ്യം 5 ഭൂഖണ്ഡങ്ങളിലും ദൈവം ഇങ്ങനെ സർവവ്യാപിയായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ മക്കളെ, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. സത്യത്തിലും ആത്മാവിലും നമ്മൾ ആരാധിക്കണം. അതുപോലെ തന്നെ സങ്കീർത്തനം 96:9 വിശുദ്ധ അലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവീൻ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ശരീരം സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ച് ജീവിത വിശുദ്ധിയിൽ കാത്ത് വിശുദ്ധിയോടുകൂടെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, ആത്മാവിലും സത്യത്തിലും. ഞാൻ അതിനാണ് നിങ്ങളോട് ഓരോരുത്തരോടും എപ്പോഴും പറയുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കണം. ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ച് ദൈവത്തെ ആരാധിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യം, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവന്ന് വരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. പ്രിയ മക്കളെ, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നിന്റെ അനുജനോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ നീ അവനോട് സംസാരിക്കണം. നിന്റെ ഭർത്താവിനോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ നീ അവരോട് സംസാരിക്കണം. നിന്റെ ഭാര്യയോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ നീ അവരോട് സംസാരിക്കണം. അപ്പനും മക്കളും തമ്മിൽ മിണ്ടാട്ടമില്ലാത്ത പല ഭവനങ്ങളുണ്ട്. ചേടത്തി അനീത്തിയും തമ്മിൽ മിണ്ടാട്ടമില്ലാത്ത പല ഭവനങ്ങളുണ്ട്. അടുത്ത വീട്ടുകാരുമായിട്ട് മിണ്ടാട്ടമില്ലാത്ത പല വീട്ടുകാരുണ്ട്, പല ആൾക്കാരുണ്ട്. പ്രിയ മക്കളെ, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ അവരോട് പോയി നിരപ്പ് പ്രാപിച്ച് വന്നിട്ട് വേണം ദൈവത്തിന് കാണിക്ക കൊടുക്കാൻ. അല്ലെങ്കിൽ നിന്റെ കാണിക്ക ദൈവം സ്വീകരിക്കത്തില്ല. ദൈവം എന്തു ചെയ്യും? ആ കാണിക്ക തിരസ്കാരം ചെയ്യും. നീ എത്ര കോടിക്കണക്കിന് കൊടുത്തെന്ന് പറഞ്ഞാലും, നീ കൺവെൻഷൻ നടത്തിയെന്ന് പറഞ്ഞാലും, നീ പള്ളി പണിതെന്ന് പറഞ്ഞാലും, എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, നീ നിരപ്പ് പ്രാപിക്കാതെ നീ ദൈവത്തെ ആരാധിക്കുകയോ ദൈവത്തിന് കാണിക്ക സമർപ്പിക്കുകയോ ചെയ്താൽ, സ്വോത്രകാഴ്ച സമർപ്പിക്കുകയോ ചെയ്താൽ ദൈവം അത് ഒരിക്കലും സ്വീകരിക്കത്തില്ല. ഞാനല്ല പറയുന്നത്, വചനം വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ആരാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് ആരാധിക്കേണ്ടത്? പുറപ്പാട് 12-ാം അധ്യായം 23-ാമത്തെ വാക്യം, എന്നാൽ കുറുമ്പടി മേലും കട്ലക്കാൽ രണ്ടിന്മേലും
രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. സംഹാരകൻ രക്തം കാണുമ്പോൾ ഒന്നും ചെയ്യത്തില്ല. പ്രിയ മക്കളെ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചവർ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചു. അതുപോലെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിടുതൽ പ്രാപിച്ചവർ നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിക്കണം. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടില്ലാത്തവർ ഇന്ന് തന്നെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. അവിടെ ടാപ്പിലൊന്നും രക്തം വെച്ചിട്ടില്ല മക്കളെ, പൈപ്പിലൊന്നും രക്തം വെച്ചിട്ടില്ല. വിശ്വാസമാണ്. എൻ്റെ യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ രോഗത്തിനു വേണ്ടി, എൻ്റെ ശാപത്തിനു വേണ്ടി ഒരു തൊട്ടി രക്തമില്ലാതെ എനിക്ക് വേണ്ടി ഒഴുക്കി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തെ, നമ്മുടെ ദൈവത്തെ യഹൂദന്മാരെല്ലാവരും കൂടി പിടിച്ചു കെട്ടി ഉപദ്രവിച്ച് ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ടു. ആ റോമൻ പടയാളികൾ യേശു ക്രിസ്തുവിൻ്റെ ശവക്കല്ലറയുടെ വാതിൽ കല്ലുവെച്ച് മുദ്രയിട്ട് പടയാളികളെ നിർത്തിയിരുന്നു. എൻ്റെ യേശു ക്രിസ്തു 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ പടയാളികളെല്ലാം ബോധം കെട്ട് താഴെ വീണു. അവിടെ നല്ല ഒരു ഭൂകമ്പം നടന്നു. കല്ലുകളെല്ലാം ഉരുണ്ട് നീങ്ങിപ്പോയി. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ചത്ത് മണ്ണുപാലുമായി പോയ ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ആത്മസ്വരൂപനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കണം. എങ്ങനെയാണ് ഞാൻ ആരാധിക്കുന്നത്? ഞാൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ടോ? വെറുതെ വന്ന് ഒന്ന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞു പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ സത്യത്തിലും ആത്മാവിലും നമ്മുടെ ശരീര ആത്മ പ്രാണ ദൈവത്തിന് സമർപ്പിച്ച് പരിശുദ്ധതയോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. സഭാപ്രസംഗി 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. പ്രിയ മക്കളെ, സാലുക്കുട്ടിയല്ല പറയുന്നത്, വചനത്തിലാണ് പറയുന്നത്. നമ്മുടെ കാല് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കി വേണം ദൈവത്തെ ആരാധിക്കാൻ പോകാൻ. നമ്മൾ പോകരുതാത്ത സ്ഥലത്ത് നമ്മൾ പോകരുത്. ചെയ്യരുതാത്ത യാതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്. സംസാരിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊരു വിഷയവും നമ്മൾ സംസാരിക്കരുത്. നമ്മുടെ കാല് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകാൻ. ഇല്ല, പാസ്റ്റർ വരും, ഞാൻ ഈ ആഴ്ച പോയില്ലെങ്കിൽ പാസ്റ്റർ വീട്ടിൽ വരും, കാരണം ചോദിക്കും. പാസ്റ്ററെ പേടിച്ചൊന്നും ദൈവത്തെ ആരാധിക്കാൻ പോകണ്ട. ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ദൈവത്തെ ഭയന്ന്, നമ്മളെ സൃഷ്ടി ചെയ്തിരിക്കുന്നത് ദൈവത്തിനിരിക്കാൻ ഒരാലയം വേണമായിരുന്നു. അവൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. നേരത്തെ ലൂസിഫറാണ് അവൻ ആരാധിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ലൂസിഫറാണ്. ലൂസിഫറിന് അഹങ്കാരം വർദ്ധിച്ച് അവനെ അടിച്ച് താഴെ ഇട്ടപ്പോൾ മനുഷ്യരെ സൃഷ്ടിച്ചു. മനുഷ്യരാണ്, നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? വെളിപ്പാട് 4-ാം അധ്യായം
11-ാമത്തെ വാക്യം. നീ സർവ്വ സൃഷ്ടിച്ചവരും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിട്ട് ആരാധിച്ചു. പ്രിയ മക്കളെ, ഈ ലോകത്തിൽ കാണുന്ന സകലവും സൃഷ്ടി ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം. ആകാശം, ഭൂമി, പക്ഷികൾ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഉണ്ടായി. അതേസമയം നമ്മളെ അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ ഛായയിലുമാണ് നമ്മളെ സൃഷ്ടി ചെയ്തത്. മണ്ണ് കുഴച്ച് മണ്ണുകൊണ്ട് തൻ്റെ സ്വരൂപത്തിലും തൻ്റെ ഛായയിലുമാണ് സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ ജീവശ്വാസം ആ സൃഷ്ടിയിൽ ഊതി മനുഷ്യനായി നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടി ചെയ്തു. എന്തിനാണ്? ദൈവത്തെ ആരാധിക്കുന്നതിന്. ദൈവത്തിന് ഇരിക്കാൻ ഒരാലയം വേണമായിരുന്നു. മനുഷ്യരുണ്ടാക്കിയ കുടികളിലല്ല, മനുഷ്യരുണ്ടാക്കിയ ബിൽഡിങ്ങിലല്ല ദൈവം വാസം ചെയ്യുന്നത്. ഈ ചർച്ചിലൊന്നും ദൈവം വസിക്കുന്നില്ല. ദൈവം വസിക്കുന്നത് സഭയുടെ മധ്യത്തിലാണ്. ദൈവമക്കളെ എവിടെ കൂടുന്നോ അവരുടെ മധ്യത്തിലാണ് ദൈവം വസിക്കുന്നത്. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്ക്. മുട്ടുകുത്തി ആരാധിക്കുക അല്ലെങ്കിൽ വണങ്ങി ആരാധിക്കുക. നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? സങ്കീർത്തനം 95-ാമത്തെ വാക്യം, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ വണങ്ങി നമ്മുടെ എല്ലാ അഹങ്കാര ഭാവവും താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമേ നിന്ന്, അയ്യോ എനിക്ക് മുട്ടുകുത്താൻ വയ്യ, പിന്നെ മുട്ടിന് വേദനയാണ്, ശരി മുട്ടുകുത്താൻ വയ്യെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കസേരയിലിരുന്ന് താഴ്മയോടും വിനയത്തോടും കൂടെ നമ്മുടെ അഹങ്കാര ഭാവമെല്ലാം വിട്ട്, ഞാനെന്നുള്ള ഭാവമെല്ലാം വിട്ട്, നീ കോടീശ്വരനായിരിക്കാം, നിനക്ക് 5-6 ഫ്ലാറ്റുകൾ കാണും, നിനക്ക് ഇഷ്ടം പോലെ തോട്ടങ്ങൾ കാണും, നിനക്ക് അങ്ങനെ അനേക വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. അതെല്ലാം ദൈവം തന്നതാണ്, ഒന്നും നിങ്ങൾ കൊണ്ടുവന്നതല്ല. നമ്മൾ വെറും കയ്യോടെ ജനിച്ചു വന്നത്, നമ്മളൊന്നും കൊണ്ടുവന്നില്ല. നമ്മൾ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകത്തില്ല. നമ്മൾ വെറും കയ്യോടെ വന്നതും വെറും കയ്യോടെ പോകുന്നതും. പ്രിയ മക്കളെ, നമുക്കെല്ലാം തന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതാണ്. ആ ദൈവത്തിനെ നമ്മൾ എങ്ങനെ ആരാധിക്കണം? ദൈവത്തിന് ചെയ്ത ഓരോ ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് എത്രമാത്രം സന്തോഷം സമാധാനം തന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ 10 വയസ്സ് മുതൽ ഇന്ന് വരെ ചെയ്ത എല്ലാ വിഷയങ്ങളും നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. ദൈവമേ, നീ എനിക്ക് ഏതെല്ലാം രോഗങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു, ഏതെല്ലാം പാപങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. ആ ദൈവത്തെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഒരു കാരണവശാലും അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്, രക്തം ഒഴുക്കിയത് നമുക്ക് വേണ്ടിയാണ്. പഴയ ഉടമ്പടിക്ക കാലതല്ലിൽ ആടിനെയും കന്നുകാലികളെയും കോഴിയെയും പ്രാവിനെയൊക്കെ കട്ട് ചെയ്ത് രക്തം ഒഴുക്കിയാണ് പാപപരിഹാരമായിക്കൊണ്ടിരുന്നത്. അത് ഓരോ തെറ്റിനും ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും കട്ട് ചെയ്യണം. അതേസമയം ഒരു പ്രാവശ്യമായിട്ട്
നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി രക്തം ഒഴുക്കി. അത് നമ്മൾ വിശ്വസിച്ച് ദൈവത്തിന് മക്കളായി ജീവിച്ച് ആ ദൈവത്തെ നമ്മൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അങ്ങനെ ആരാധിക്കാത്തവർ ദൈവത്തെ ഓർത്ത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. കഴിഞ്ഞ ദിവസം എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ ഫോൺ ചെയ്തു. അവരുടെ നാക്ക് കരി പോലെ കറുത്തു പോയി. അവർക്ക് യാതൊരു ടേസ്റ്റും, എന്ത് കഴിച്ചാലും ടേസ്റ്റ് ഇല്ല. വെള്ളത്തിൻ്റെ ചുവ പോലെ ഉള്ളൂ, യാതൊരു ടേസ്റ്റും ഇല്ല. എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് പോയി, എല്ലായിടത്തും പോയി കാണിച്ചു. എനിക്കൊരു കുറവും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ആരോ അവർക്ക് കൊടുത്തു. അവരെന്നെ വിളിച്ചു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് കുടിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് എണ്ണയെടുത്ത് പ്രാർത്ഥിച്ച് അവരുടെ നാക്കേൽ യേശുവിൻ രക്തമെന്ന് പറഞ്ഞ് തൊടെ നിങ്ങളുടെ നാക്ക് പഴയ നാക്കാകും, പഴയ രുചിയും ദൈവം നിങ്ങൾക്ക് തരും, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അവർ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഞായറാഴ്ച അവരെന്നെ വിളിച്ച് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു, ആൻറ്റി എൻ്റെ നാക്കിൻ്റെ കളറെല്ലാം മാറി, നല്ല രുചിയും എനിക്കിപ്പോൾ അറിയുന്നുണ്ട്. ദൈവം എത്ര വലിയവനാണ്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഞാനവരെ കണ്ടിട്ടില്ല, അവരാരാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആത്മസ്വരൂപനായ ദൈവത്തിൻ്റെ മുമ്പിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ, ജീവസ്വരൂപനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു. അവനെൻ്റെ പ്രാർത്ഥന കേട്ടു. പരിശുദ്ധാത്മാവ് അവരെ മുട്ടി അവർക്ക് സമ്പൂർണ്ണ വിടുതൽ കൊടുത്തു. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ഒത്തിരി പേര് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്തിൽ നിന്നാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. 32 പേര് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. 32 പേര് വന്നതിൽ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ആ സ്ത്രീ 2 മക്കളുടെ അമ്മയാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല. ആ കൊണ്ടുവന്ന ആൾക്കാരെന്നോട് പറഞ്ഞു, ഇവർ ശിമുഗായിക്കും ഭദ്രാവതിക്കും ഇടയ്ക്ക് ഒരു വില്ലേജിൻ്റെ പേര് പറഞ്ഞ് എനിക്കറിയത്തില്ല, അവിടെയാണ് ഇവർ താമസിക്കുന്നത്. ഇവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെ ഭർത്താവ് ഇവരെ വിട്ടുപോയി. ഇവർക്ക് രാത്രിയിൽ ശരിയായി ഉറക്കമില്ല, ഭക്ഷണം ശരിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കഷ്ടമാണ് ഇവർക്ക് ആൻറ്റി എന്ന് പറഞ്ഞു. ഞാൻ അവരെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവരിൽ ഭയങ്കര സാത്താൻ്റെ പ്രവർത്തനമാണെന്ന്. എന്നാൻ ചോദിച്ചാൽ മെലിഞ്ഞ് അവരെല്ലാം കൂടെ ഒരു 25 കിലോ കാണും. അവരുടെ മുഖത്തിൻ്റെ ആ ഇതൊക്കെ കണ്ടാൽ എന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കണ്ണ് മിഴിപ്പിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ തല കിളകെ ഇടും. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇവർ ഒടുവിലാണ് ഇവരെന്നോട് പറഞ്ഞു. എല്ലാവരും ഞങ്ങൾ 3-4 പേര് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയ ഉടനെ എന്നെ ആരോ വലിച്ചോണ്ട് പോകുന്ന പോലെ അവരുടെ അടുത്തോട്ട് കൊണ്ടുപോയി. അവരുടെ അടുത്ത് പോയി ഞാൻ നിന്നില്ല. അതിനു മുമ്പേ അവരൊരു അലറിച്ച് അങ്ങോട്ട് അലറിയിട്ട് അവരുടെ നാക്ക് എത്രയുണ്ട്, മനുഷ്യൻ ഇത്രയും നാക്കിന് നീളമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ കാണുന്നത്. നാക്ക് ഇത്രയും വെളിയിലോട്ട് വന്നിട്ട് പാമ്പ് കിടന്നുകൊണ്ട് ആടുന്ന പോലെ 2 കൈയും ഇങ്ങനെ മുകളിലോട്ട് പൊക്കി ആടാൻ തുടങ്ങി. ആടി അവിടെ ഉരുണ്ട് വീണ് അവിടെ എല്ലാം കിടന്ന് ഉരുളാൻ തുടങ്ങി. ഭയങ്കരത്തിൽ ഉരുളട്ടെന്ന് കണ്ട് ഞാനും പ്രാർത്ഥന നിർത്തിയില്ല. പ്രാർത്ഥിച്ച് തീ വാരി എറിയുന്ന പോലെ മേത്തൂന്ന് അവരെ തീ വാരി എറിയുന്നത്. ഫയർ എന്ന് പറഞ്ഞ ഉടനെ തീ വാരി എറിയുക, മേത്തൂന്ന് വാരി എറിഞ്ഞ് കാറുക.
ഭയങ്കര കാറി ഉരുണ്ട് ഞാൻ പൊക്കോളാമേ എന്ന് പറഞ്ഞ് അവിടെ ശരീരത്തിൽ നിന്നും ആ സാത്താൻ വിട്ടുപോയി. പ്രിയ മക്കളെ, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആത്മസ്വരൂപനായ ദൈവം, ജീവിക്കുന്ന ദൈവം, സർവശക്തിയുള്ള ദൈവം, സർവജ്ഞാനിയായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് കഷ്ടമുണ്ടെങ്കിലും മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. വേദനയുള്ള ഭാഗത്ത് ഒരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്തുക. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്രം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്ത് വാരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പാ, നീ അനുഗ്രഹിക്കണമേ. ഒരിക്കലും നച്ചുപോവാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. കർത്താവെ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന മക്കളാക്കി തീർക്കണമേ അപ്പാ. കർത്താവെ, പരിശുദ്ധമായി നിൻ്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുന്ന മക്കളാക്കി തീർക്കണമേ അപ്പാ. കർത്താവെ, ഞങ്ങൾക്ക് ആരോടെങ്കിലും വിദ്വേഷമോ പിണക്കോ ഉണ്ടെങ്കിൽ അത് കർത്താവെ നിരപ്പ് പ്രാപിച്ച് നിന്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുന്ന മക്കളാക്കി തീർക്കണമേ. അതുപോലെ കാണിക്കുക ഉടനെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുവാൻ നീ ഇടയാക്കണമേ അപ്പാ. കർത്താവെ, കർത്താവെ, നീ പറഞ്ഞിരിക്കുന്നല്ലോ ആലയത്തിലേക്ക് ദശാംശം കൊണ്ടുവരുവാൻ പറഞ്ഞിരിക്കുന്നല്ലപ്പാ. ഞങ്ങൾ ദശാംശത്തോടെ വന്ന് നിന്നെ ആരാധിക്കുന്നവരാക്കി തീർക്കണമേ അപ്പാ. കർത്താവെ, ആകാശം ഭൂമി സൃഷ്ടി ചെയ്ത് ഈ ലോകത്തിൽ കാണുന്ന സകലത്തെ സൃഷ്ടി ചെയ്ത ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നപ്പാ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. കർത്താവേ, നിനക്ക് സ്തോത്രം. സ്തുതിക്ക് യോഗ്യനായ ഒരുവൻ എൻ്റെ യേശു മാത്രപ്പാ. ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ എൻ്റെ യേശു മാത്രപ്പാ. കാൻസർ രോഗത്താലെ, പാരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നു, അവരെ നീ തൊടണമേ, തൊടണമേ അപ്പാ. ഇപ്പോൾ തന്നെ തൊടണമേ. മുട്ടുവേദന, കാലുവേദന, വയറ്റുവേദന, തലവേദന എല്ലാം നീ തൊടണമേ, നീ തൊടണമേ കർത്താവേ. നീ കൈവിടല്ലപ്പാ. ഒരിക്കലും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. നിനക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളും നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആയുധങ്ങളും ആക്കി തീർക്കണമേ അപ്പാ. യേശുവേ, നീ കൈവിടല്ലപ്പാ. നീ ജീവിക്കുന്ന ദൈവമാണപ്പാ. യേശപ്പാ, നിനക്ക് സ്തോത്ര കർത്താവേ. അപ്പാ, ഏതെല്ലാം വിധത്തിൽ കഷ്ടപ്പെടുന്നപ്പാ, കടഭാരത്താലെ, വീട് പണി പൂർത്തിയാകാതെ, മക്കളുടെ വിവാഹം നടക്കാതെ, മക്കളില്ലാതെ ഏതെല്ലാം വിധത്തിൽ കഷ്ടപ്പെടുന്നപ്പാ, നിന്റെ സന്നിധിയിൽ വരുന്നവരെ നീ തള്ളിക്കളയുന്ന ദൈവമല്ലപ്പാ, ഉപേക്ഷിക്കുന്ന ദൈവമല്ലപ്പാ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നെന്ന് പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെ നീ ഇടയാക്കണമേപ്പാ. ക്രിസ്ത വിരോധികളുടെ മേലെ നീ തൊടണമേപ്പാ. അവരോട് നീ ഇടപെടണമേപ്പാ. ദൈവം ജീവിക്കുന്ന ദൈവം എന്നവർ അറിയട്ടപ്പാ. സത്യ ദൈവം എന്നവർ അറിയട്ടപ്പാ. കർത്താവേ, നീ പ്രവർത്തിക്കണമേ കർത്താവേ. കർത്താവേ, ഈ ലോകത്തിലുള്ള എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സുവാർത്ത എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയം എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.